നമസ്കാരം, ഞാൻ ജീർസൻ JK വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ഉള്ളത് നമ്മുടെ ജിവിൻ ചേട്ടനാണ്. അപ്പോൾ ജിവിൻ ചേട്ടൻ ഞാനിവിടെ നമ്മുടെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, പാറത്തോടെന്ന് പറയാം, അത് മീൻമുട്ടിപ്പാറ എന്നൊക്കെ പറയും. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെള്ളം വന്ന് കാണും. ഇപ്പം 2 ദിവസം മഴയൊക്കെ ഉണ്ടായിരുന്നു, 2 ദിവസത്തേക്ക് അടുപ്പിച്ച് മഴയായതുകൊണ്ട് അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം. ഇതിനു മുമ്പേ നമ്മുടെ വീഡിയോക്കകത്തൊക്കെ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട്, നമ്മുടെ വീടിനടുത്ത് ഒരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ച കാണിക്കും. വീടാണ് കേട്ടോ, ഷാനുവിൻ്റെ. അപ്പോൾ നമ്മൾ മണ്ണുംപുറം എന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ അങ്ങോട്ട് പോകാൻ വേണ്ടി. അപ്പം 2-3 ദിവസം ഫുള്ള് മഴയായിരുന്നു, നമുക്ക് ഇറങ്ങാൻ പറ്റത്തേ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ചൊന്ന് തോർന്ന് നിൽക്കുന്ന. നമ്മുടെ ഉണ്ടല്ലോ ഈ കാണുന്ന കണ്ടത്തിലൊക്കെ നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് കാലത്തൊക്കെ അവിടെയൊക്കെ നമ്മൾ മീൻ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് ചൂണ്ടയായിട്ടൊക്കെ ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ പിന്നെ അമ്മ അങ്ങനെ പോയിട്ടില്ല, ഒത്തിരി നാളായി ഒത്തിരി വർഷങ്ങളായി മീൻ പിടിക്കാനൊക്കെ പോയിട്ട്. പണ്ട് നമ്മളിവിടെ കുളിക്കാനൊക്കെ വരുമായിരുന്നു, ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിലൊക്കെ ഒത്തിരി പേര് നമ്മളവിടെ നിന്ന് വരുമായിരുന്നു. അത് പിന്നെ കാലക്രമേണ നിന്ന് പോയി, എല്ലാവർക്കും മടിയായിപ്പോയി. പാറത്തോടെന്ന് പറഞ്ഞ കേട്ടോ, ഇതിൻ്റെ എൻട്രിയാണ്. ഇവിടുന്ന് പാലം കയറി വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഇവിടുന്ന് പാലം കയറി അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുന്നത്. അവിടെയാണ് നമുക്ക് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ പാലം കഴിഞ്ഞിടയ്ക്ക് ഉണ്ടാക്കിയായിരുന്നു, നേരത്തെ ഇവിടെ ഇങ്ങനെ പാലം ഇല്ലായിരുന്നു. ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇറങ്ങി വേണം പോകാൻ നമ്മൾ വണ്ടി കണ്ടൊക്കെ വന്നത്. അപ്പോൾ നമ്മൾ വണ്ടി കണ്ടൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കഴുകാനൊക്കെ ഉപയോഗിക്കുമായിരുന്നു, വണ്ടി കഴുകാനൊക്കെ എടുക്കുക. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു 3 ലെയറിലായിട്ടാണ് ഇങ്ങനെ വെള്ളച്ചാട്ടം ഉള്ളത് കേട്ടോ. അപ്പം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാവേ. ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം നമ്മുടെ പാറത്തോട്, അഥവാ മീൻമുട്ടിപ്പാറ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒത്തിരി പേര് ആൾക്കാർ കാണാനൊക്കെ വരുന്നുണ്ട്. ഞാനിതിന് മുമ്പേ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു, കണ്ടല്ലേ. ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അടുത്തോട്ട് പോയിട്ട് ഇനി നോക്കാം. അടുത്ത് പോയിട്ട് ഇനി നമ്മുടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കാണാം. എങ്ങനെയുണ്ട് പഴയ നമ്മുടെ വെള്ളച്ചാട്ടം? പഴയ വൈബ് തന്നെയല്ലേ. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. ഭയങ്കര വഴുക്കലാണ്, നമ്മൾ സൂക്ഷിച്ചിറങ്ങണം. ഇതിലൊരു വഴിയുണ്ട് കേട്ടോ, നമ്മൾ കുളിക്കാനൊക്കെ ഇറങ്ങുന്ന വഴി ഇതിലേ വന്നിട്ട് ഇങ്ങനെയാണ് ഇറങ്ങുന്നത്. ഇതിലേ ഇങ്ങനെ ഇറങ്ങി വരും. നല്ല ഒഴുക്കാണ്, അടിപൊളി ഒഴുക്കുണ്ട്, നമ്മൾ പറയുന്ന പോലെയല്ല ആണോ. സാധാരണ നമ്മളിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അപ്പുറത്തോട്ട് നടന്നു പോകും. അവിടെയാണ് വെള്ളച്ചാട്ടം കൂടുതലായിട്ട് വരുന്നത്. ഒരു 3 ലെയർ തട്ടുണ്ട്, അതിലിങ്ങനെ വെള്ളം അടിച്ച് പതഞ്ഞാണ് വരുന്നത്. നമ്മളെ കണ്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ കുളിച്ചിട്ടൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അത്ര ഇറങ്ങാൻ സേഫ്റ്റി കുറവാണ്, കാരണം കുപ്പിച്ചില്ലും അമ്പും കോലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി റിസ്ക്കാണ്. റിസ്ക് എന്ന് പറയുമ്പോൾ പാണ്ട ഒരുത്തം പോകുന്നു. ഞാൻ വേണ്ടി പറയാൻ പോകണം, സൂക്ഷിച്ച് പോണേ. ഞാനാണെങ്കിൽ കുളിച്ചിട്ടൊക്കെ വന്നതാണ്. വേണ്ടി വെള്ളത്തിൽ ഭയങ്കര എറിച്ചിലടിക്കുന്നു. പണ്ട് ഇതുപോലെ എറിച്ചിലടിച്ചെന്ന് പറഞ്ഞൊരു വീഡിയോയൊക്കെ തിട്ടത് എന്നെ പോച്ചതാണ് നമ്മുടെ കൂട്ടുകാരന്മാർ. കണ്ടോ ഇവിടെ എല്ലാം ഞങ്ങൾ ഇരുന്ന് രസിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് ഗൈസ്. കണ്ടോ ഇരുന്ന വെള്ളത്തിൻ്റെ ശക്തി ഒന്ന് കാണിച്ചു തരാം. കണ്ടോ അടിച്ച് പാതഞ്ഞ് വരുന്നുണ്ടോ. അതാണ് നമ്മുടെ പാറത്തോട്. അടിപൊളി സാധനമല്ലേ. ഇവിടെ ചിറ കിട്ടും. ഇവിടെ ചിറ കിട്ടിയിട്ട് ഇവൻ ചേട്ടൻ ഓർക്കുന്നുണ്ടോ? നമ്മൾ സൂക്ഷിച്ചിറങ്ങണേ. ഇവിടെ ചിറ കിട്ടും. ചിറ കിട്ടിയിട്ട് ഞങ്ങളിവിടെ അറമാതിയിട്ടുള്ളതാണ് ഈ സ്ഥലങ്ങൾ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ കാണുമ്പോൾ ഇറങ്ങണമെന്നൊക്കെ തോന്നുന്നു, പേടി. ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ലേ. ഒത്തിരി നാളായി നമ്മളിവിടെ കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ട്. രണ്ട് അതിൻ്റെ ചുവട്ടിലൊക്കെ പോയിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു നമ്മൾ. അടിപൊളിയല്ലേ. കണ്ടോ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ടോ. ആൾക്കാരൊക്കെ അവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേര് വരുന്നുണ്ട് ഇവിടെ കാണാനൊക്കെ കേട്ടോ. ആ സൈഡ് വീടുകളൊക്കെ ഉണ്ട്, ഇതിന് മേളിലെല്ലാം വീടുകളൊക്കെ ഉണ്ട്. ഇത് പാറപ്പടയെന്ന് തന്നെ വെള്ളം കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഞാൻ താഴെ പോയിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഭാര്യയെ പറ്റിച്ച് വന്നാൽ ഇപ്പം വരാതെന്ന് പറഞ്ഞു എൻ്റെ തന്നെത്താരെ ഫോട്ടോ എടുക്കും. എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ പുള്ളിക്കാർ കാണും. അടിപൊളി. നോക്കട്ടെ, ഏതൊരു ദിവസവും നമുക്കിനി ഇവിടെ കുളിക്കാൻ വരാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാം.
വഴിയൊക്കെ ഓഫ് റോഡ്. പക്ഷേ സൂക്ഷിച്ച് പോകണം. ഓഫ് റോഡ് അടിച്ച് നേരെ പാറമടയ്ക്കാതായിരിക്കും പോകുന്നത്. വെള്ളത്തിൽ പോകും. ഇതാണ് മറ്റൊരു വഴി കേട്ടോ. ഇതും നമ്മൾ താഴെ നിന്നതിൻ്റെ മേൽവശമാണ്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് കടക്കാൻ ഇത്തിരി പാടുണ്ട്. നല്ല വഴുക്കല. അവിടെ നിന്ന് അങ്ങനെ തെന്നിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ താഴെ കിടക്കും. കണ്ടോ വെള്ളം പോകുന്നുണ്ടോ? അടിപൊളിയല്ലേ. നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് ദൂരം തടിയൂരുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു അരുവിക്കുഴി സ്ഥലമുണ്ട് കേട്ടോ. പക്ഷെ അവിടെയും കൊള്ളാം. പക്ഷെ അതിലും അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഈ പാറത്തോട് എന്ന് പറഞ്ഞാൽ കേട്ടോ. സൂപ്പർ സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കുവാണെങ്കിൽ അത് നമ്മൾ വിചാരിക്കണം, നമ്മുടെ പഞ്ചായത്തും കാര്യങ്ങളൊക്കെ ഒരു മുൻഗണന എടുക്കുവാണെങ്കിൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ. സൂപ്പറാക്കി എടുക്കാം കൂടെ. കണ്ടില്ലേ വെള്ളത്തിന് ശക്തി കണ്ടില്ലേ? ഞാൻ പറഞ്ഞത് എത്രമാത്രം കേൾക്കുമെന്ന് എനിക്കറിയില്ല. അത് ഈ വെള്ളത്തിന് ശക്തി കൊണ്ടാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് കയറാവേ. കയറിയിട്ട് ഞാൻ കാണിക്കാം. സൂക്ഷിച്ച് തരണേ. വഴുക്കലുണ്ട് കണ്ടോ? വെള്ളത്തിൻ്റെ ശക്തി ഉണ്ടോ? അടിപൊളിയല്ലേ? കണ്ടോ ഏറ്റവും മണ്ടയ്ക്ക് കണ്ടോ? അവിടെ ഒരു തട്ടുണ്ട്. അവിടുന്ന് പിന്നെ ഇവിടെ ഒരു തട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇവിടെ ഒരെണ്ണമുണ്ട്. അങ്ങനെ 3 തട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ കുളിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ പണ്ട് ചാരെന്ന് പറഞ്ഞൊരു മരം ഉണ്ടായിരുന്നു. ആ മരം തൊട്ട് കഴിഞ്ഞാൽ ചൊറി കൊണ്ട് നമ്മൾ അങ്ങനെ അവിടെ ഇറങ്ങത്തില്ലായിരുന്നു. നമ്മൾ താഴെയായിരുന്നു കുളിച്ചൊടിക്കുന്നത്. നമ്മുടെ ആൾക്കാരൊക്കെ തുണി അലക്കുന്നു. അടിപൊളിയാണ്. ഇവിടെ നിന്നൊക്കെ നമ്മൾ നിരങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയത്തില്ല എങ്ങനെയൊക്കെയാ കണ്ടീഷൻ അറിയാത്തതുകൊണ്ട് നമ്മളങ്ങനെ വെള്ളത്തിൽ ഉള്ള കളി കുറവാണ്. പേടിയാണ്. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആൾക്കാരൊക്കെ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. അറിയാത്ത സ്ഥലത്ത് നമ്മൾ മാക്സിമം വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അപകടങ്ങൾ നമ്മൾ വരുത്തി വെക്കരുത്. കണ്ടില്ലേ അടിപൊളിയല്ലേ? ഇതാണ് നമ്മുടെ പാറത്തോട് കേട്ടോ. പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. കേട്ടോ അടിപൊളിയല്ലേ? ഒന്നും പറയാനില്ല. സൂപ്പറാണ്. എന്തായാലും നമുക്ക് നോക്കട്ടെ. ഏതെങ്കിലും ദിവസം നമുക്ക് സമയം കിട്ടുന്ന ഇവിടെ കുളിക്കാൻ പറ്റും. പഴയ ഓർമ്മകളൊക്കെ ഒരു പുതുക്കാം. താഴെ നമ്മൾ ചിറയൊക്കെ ഇട്ട് കുളിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അന്ന് ചിറയൊക്കെ ഇട്ട സമയത്ത് നമ്മൾ അരപ്പൊക്കം വെള്ളം നമ്മൾ സെറ്റ് ചെയ്യും. എന്നിട്ടാണ് അതിനകത്ത് ഇറങ്ങുന്നത്. ഇതുപോലെ ഒഴുക്കുള്ള സമയത്ത് നമ്മളത് കുളിച്ചിട്ടുണ്ട് കേട്ടോ. ഡേഞ്ചറാണ്. അന്ന് താഴത്തെ പാലം ഇച്ചിരി ഡേഞ്ചറായിരുന്നു. അത് പിന്നെ പുതുക്കി പടന്നുകൊണ്ട് ഇപ്പോൾ അത്ര കുഴപ്പമൊന്നുമില്ല. കാരണം അത് ഇച്ചിരി ഇടുങ്ങിയതായിരുന്നു. കാരണം വേസ്റ്റൊക്കെ അടഞ്ഞിട്ട് വെള്ളം ഭയങ്കരമായിട്ട് തങ്ങുമായിരുന്നു. അപ്പോൾ വെള്ളം ഇങ്ങോട്ട് പുറമോട്ട് കയറുകയാണ്. ഇപ്പോൾ അങ്ങനെയില്ല. വെള്ളം റോഡ് പാലം പണിതുകൊണ്ട് വെള്ളം മുഴുവനായിട്ട് ഒഴുകുന്നുണ്ട്. അന്നേരം കൊള്ളാം. അടിപൊളിയാണ്. വരുന്നവരൊക്കെ സൂക്ഷിക്കുക. സേഫ്റ്റി നോക്കിയിട്ട് ഇറങ്ങുക. അല്ല ഇവിടുത്തെ അതാണ് പറയാനുള്ളത്. വരുന്ന ആൾക്കാർ സേഫ്റ്റി നോക്കിയിട്ട് ഇറങ്ങാവും. അടുത്തോട്ട് വരണമെങ്കിൽ നമ്മുടെ കീഴായിപ്പൂർ സ്ഥലമുണ്ട്. കീഴായിപ്പൂർ വന്നിട്ട് കീഴായിപ്പൂരിൽ നിന്ന് മണ്ണുമ്പുറത്ത് നിന്ന് മീൻമുട്ടിപ്പാറ അഥവാ പാറത്തോട്. അവിടെ ആരോട് ചോദിച്ചാൽ നമ്മൾ ഈ സ്ഥലം പറഞ്ഞു കേട്ടോ. മണ്ണുമ്പുറത്ത് നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ആർക്കും വരണമെന്നുണ്ടെങ്കിൽ വന്നാൽ മതി. നല്ല സ്ഥലമാണ് കേട്ടോ. നമ്മുടെ പാറത്തോട് വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ. നമ്മുടെ വീടിനടുത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിന് വീഡിയോ ആണ്. ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മഴ വരുന്ന സമയത്ത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ ഇട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.